ഞാൻ വന്നിട്ട് ഒരാഴ്ചടാ. വൈഫില്ലേ കൂടാ? വൈഫില്ല, അവക്ക് ലീവില്ല. അമ്മ ദേ യുകെന്ന് അയപ്പ് വന്നേക്കണ്. അല്ല എന്തിട്ടപ്പ പരിപാടി? പുറത്തേക്ക് ഇറങ്ങാറില്ല നീ? പുറത്തോട്ടൊക്കെ ഇറങ്ങാറ്. ഞാനിപ്പോ ഇന്റർവ്യൂസ് ഉണ്ട്, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ നാട്ടിൽ തന്നെ കൂടെയുള്ള പരിപാടിയാണല്ലേ? അതെന്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ഡ്രീമാടാ. കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണട്ടാ. അപ്പൊ കാര്യം ഞാൻ പറയാ, പണി കിട്ടണ നാട്ടിൽ തന്നെ കിട്ടണ നല്ലത്. പക്ഷെ ഈ സംവരണവും സ്വാധീനവും ഇല്ലാതെ ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് എനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല ഇവിടെ. നാട്ടിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അധ്യാപകനായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എടപ്പ എന്റെ കാര്യം നോക്ക്, എനിക്ക് ഡിഗ്രി പോലും ഇല്ലായിരുന്നു. നീ ഇപ്പൊ എന്തൊക്കെ എടുത്ത് കൂട്ടിയേ? എന്നിട്ടിപ്പോ നീ ഇപ്പഴും ജോലി ഇട്ടാണ്ടിരിക്കുകയാണ്. എന്റെ വൈഫ് നേഴ്സ് ആയതുകൊണ്ടല്ലേ നിനക്ക് പോകാൻ പറ്റിയത്. അതെ, എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ ജോലി സമ്പാദിച്ചല്ല അതല്ലേ? എന്നിട്ടാ അമ്മാകെ നിറച്ചല്ല മുടിയൊക്കെ. പിന്നെ പ്രായല്ലേ? എന്താ എപ്പഴാ വന്നേ? വന്നിട്ട് ഒരാഴ്ചയായിട്ടാ. ആകെ മാറിയില്ല. ബിഗട്ടാ പോയിട്ട് അവിടുത്തെ കാലാവസ്ഥ നമുക്ക് പിടിക്കില്ലല്ലോ. മുടിയൊക്കെ പോയി. ഭാര്യയും കുട്ടികളൊക്കെ? ഭാര്യ കുട്ടികൾ, ഭാര്യ ജോലിക്ക് പോകും. അവിടെ നേഴ്സല്ലേ. ഓ, അപ്പൊ നീ കുട്ടികളെ നോക്കാൻ അവിടെ പോയി നിക്കണേ? ഹേയ്, എനിക്ക് ജോലിയുണ്ട്. ജോലിയോ? എന്താ ജോലി? വേറെ ഹൗസില്. മണ്ടുവോ? ഒരാഴ്ചയായി. എന്നാലും തിരിച്ചു പോകാൻ ചോദിക്കല്ലേട്ടാ. പോണില്ലേ? പോവാറ്റല്ല, എല്ലാവർക്കും ഇതിന്റെ ചോദിക്കാനല്ലേ. അതുകൊണ്ടാ. അപ്പൊ മാങ്ങ കൂട്ടാനല്ലേ? നല്ല ഉണക്ക ചെമ്മീനും മുരിങ്ങക്കായിട്ട് അപ്പൊ ഇട്ടിട്ട് ഒരു കറിയായിട്ട് വെക്കാം. കൊതിപ്പിക്കല്ലേട്ടാ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് പോകണോന്ന്. അത്രയും മതി, ചോറുണ്ടിട്ട് പോയാ മതി. ശരി, വെള്ളത്തിലെടുക്ക്. അതല്ലേ ഈ എന്താ ജോലി എന്താ പറഞ്ഞ? ഞാനിവിടെ വേറെ ഹൗസിലാണമ്മേ. എന്താടാ അമ്മ വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വലിയ ഗോഡൌണുകളൊക്കെ ഇല്ലേ? ഗോഡൌൺ ഹൈടെക് ആണ് കേട്ടാ. ഗോഡൌണിലെ ജോലി എനിക്കേ. നിനക്ക് അവിടെ ജോലി ചെയ്യോ? ജോലിയായി. ഈ ഗോഡൌണിലെ ജോലി എന്ന് പറയുമ്പോ ചാക്കേട്ടന്റെ ജോലിയില്ലേ? അതൊന്നും വേണ്ടട്ടാ, അതൊക്കെ കമ്പ്യൂട്ടറാണ്. നമ്മള് സൂപ്പർവൈസിങ് മാത്രം. സൂപ്പർവൈസറാണ് ഞാൻ. അത് ശരി. നോക്കൂലി? നോക്കൂലട്ടാ. അച്ഛൻ നോക്കൂലി നോക്കാത്ത കൂലിയൊക്കെ നമ്മുടെ നാട്ടിലല്ലേ. അവിടെ അതൊക്കെ പറഞ്ഞിരുന്നുണ്ടല്ലോ. നമ്മുടെ ജോലി അങ്ങോട്ട് പോകും. പിന്നെ മേപ്പട്ട് നോക്കി ഇരിക്കേണ്ടി വരുള്ളൂ. അവൻ രക്ഷപ്പെട്ടച്ചാ. മോനെ, അവിടെ ഈ അധ്യാപകർക്ക് വല്ല ജോലിയും കിട്ടും? പിന്നെ ഞാനിവനോട് കഴിഞ്ഞോളപ്പം പറഞ്ഞല്ലേ, അവന് താല്പര്യം എടുക്കണ്ടല്ലേ. അവൻ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞ് കുത്തിയിരിക്കല്ലേ. അമ്മ ഞാൻ ഈ PG-യും JRF ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാനാണ് പിന്നെ പഠിച്ചെന്തിനാണ്? എടപ്പാരി, നീ ഇപ്പൊ പറഞ്ഞ PG-യും JRF ഒക്കെ ഇല്ലേ, അതിലൊക്കെ അവിടെ ഭയങ്കര ഡിമാൻഡാണ്. നീ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. എന്തുട്ടണ പിന്നെ ഇങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ലാന്നേ. നിന്റെ ജോലിക്കാര്യത്തിന് വേണ്ടിട്ട് MLA വരെ കണ്ടിട്ടാ ഞാൻ വരുന്നു. ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ലേ, അവന് മോരുവെള്ളം എന്തെങ്കിലും കുടിക്കാൻ. ഞാൻ ചോറ് ശരിയാക്കാം. മറ്റൊന്നും പറഞ്ഞില്ലേ? കാറിലിരിക്കേണ്ട സ്കോച്ച് ഞാൻ മോരുവെള്ളം എടുത്തിട്ട്. നീ ഗൗരവമായിട്ടും ചിന്തിക്കും. എടാ, റിസർച്ചിനുള്ള എന്തെങ്കിലും പ്രോഗ്രാം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ യൂണിവേഴ്സിറ്റിയിൽ കയറാന്ന്. നീ എന്തറിഞ്ഞിട്ട് ഈ പറയണ? അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ? എടാ, കുറച്ച് കാശൊക്കെ ആവും. അതൊക്കെ കുറച്ച് മാസം കൊണ്ട് തന്നെ നിനക്ക് തിരിച്ചു പിടിക്കുക. നീ ഗൗരവമായിട്ടും ചിന്തിക്കും. നീ എടാ, എനിക്ക് ഈ നാട്ടിൽ തന്നെ നിന്ന് ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നാട്ടിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എടാ പ്യാരി, നിനക്ക് എത്രമാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ട്? എന്നിട്ട് ഈ നാടിന് നിന്നെ വേണ്ട. അപ്പൊ നിന്നെ വേണമെന്ന് ആഗ്രഹിക്കണ നാട് വേറെ ഉണ്ട്. അതാ ചിന്തിക്കാൻ പറയണത്. പിന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിലൊന്നും കൂടുതലാണ്ട് ആഴ്ന്ന് ചിന്തിക്കണ്ടട്ടാ. ഇപ്പൊ ഞാൻ നോക്കിയേ, അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഹോം നേഴ്സിനായിട്ട് വെച്ചു കൊടുത്തു. പറയുമ്പോൾ എന്ത് 50,000 വീട്ടിലേക്ക് അയച്ചു കൊടുക്കണത്. അതൊക്കെ നിനക്കും കഴിയും. പിന്നെ സ്റ്റഡി വിസയിൽ UK പോകാനുള്ള കാര്യം, അത് ഞാൻ ഗ്യാരണ്ടി. ഓ, ഇതാ വീടല്ലേ? ഇതാണ് വീട്. ആരെയും കാണുന്നില്ല. അവിടെ നിർത്തിക്കും. സുധേട്ടാ, എന്താ മെമ്പറെ സത്യം സാറായിട്ട്? നമ്മള് പ്യാരിന്റെ നിയമനത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നാണ്. സംസാരിക്കാം. ഇവിടെ ഉണ്ടാകും. ഞാൻ വിളിക്കാം.
ഇത് എവിടെ പോയി കിടക്കുക? നീ ഇങ്ങോട്ട് വേഗം വന്നാ. അവിടെ നമ്മുടെ ഉണ്ണി മെമ്പറേ MLA പറഞ്ഞയച്ച സത്യസാറായിട്ട് വന്നിട്ടുണ്ട് നിന്റെ ജോലിക്കാരൻ സംസാരിക്കാൻ. വേണ്ട അത് നമ്മളെ പ്യാരിന്റെ നിയമനത്തിന്റെ കാര്യം MLA പറഞ്ഞ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് സത്യമായിട്ട് ഒരുപാട് നിനക്കിട്ടും. അതെല്ലേ, സന്തോഷം സത്യേട്ടാ. MLA അടുത്ത് വേറെ ഒരുപാട് തരത്തിലുള്ള പ്രഷർ ചെന്നിട്ടുണ്ട്. ആ പിന്നെ നമ്മളിത് ഉണ്ണിയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്കത് ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അപ്പൊ നന്നായിട്ട് അത് കയറ്റി വെച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിട്ടോ നന്നായിട്ട്. അയ്യേ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല. പരീക്ഷ എഴുതിയിട്ട് എന്താ കാര്യം? പരീക്ഷ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരം ഇവർ എഴുതും. ഉത്തരം എഴുതുന്നത് എല്ലാവരും 100. പിടിക്കണത് എവിടുന്നാണ്? ഈ ഇന്റർവ്യൂവിന് വരുന്ന സമയത്താണ്. അവിടെ കറക്റ്റ് ആയിട്ട് പിടുത്തം വരും. ഒരു പിടുത്തം. ആ പിടുത്തത്തിൽ നമ്മൾ തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പടി കയറ്റി വെക്കുന്നത്. ഒന്ന് കയറ്റി പോകട്ടെ. ഇപ്പൊ ആ പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. സന്തോഷമായി. അപ്പൊ മോനെ ഈ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ജോലി കിട്ടും. MLA പറഞ്ഞ പിന്നത്തത്. പിന്നെ വേറെ ഒരു വിഷയം എന്താ ഉള്ളതെന്ന് വെച്ചാല്, അല്ല ഒന്നുമില്ല, ഇപ്പൊ ഏതായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു തുക സംഭാവനയായിട്ട് വേണ്ടി വരും. ചെറിയ കുഴപ്പമില്ല, അത് തരാം. കാരണം അതൊക്കെ തരാൻ ആൾക്കാരുണ്ടേ. പൈസ തരും. പാർട്ടിന്റെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് ആദ്യം പൈസ തരുന്നത് സൂതാട്ടം. അതെ, മറ്റേ അസിസ്റ്റന്റ് പ്രൊഫസറുടെ പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ഉറപ്പിച്ചു. നമസ്കാരം. ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു തള്ളി തള്ളി വന്നത്. അവസാനം നമ്മുടെ MLA നന്നായിട്ടൊരു പിടുത്തം പിടിച്ചു. അതുകൊണ്ടാ ഈ ജോലി കിട്ടിയത്. സന്തോഷം. പിന്നെ സത്യസാർ എന്താ പറഞ്ഞറിയോ, ഒരു ചെറിയ സംഭാവന കൊടുക്കേണ്ടി വരുന്ന പറഞ്ഞു. അതിന് കൊടുക്കണമല്ലോ. അതെ, കാര്യം നടക്കുകയാണെങ്കിൽ ഇപ്പൊ എത്ര പൈസ വേണമെങ്കിലും ആൾക്കാർ കൊടുക്കും. പൈസക്കൊന്നും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. ഒരു ബുദ്ധിമുട്ടില്ല. എന്താ ഇപ്പൊ തരേണ്ടി വരിക സംഭാവനയായിട്ട്? അതിപ്പോ അങ്ങനെ ഇല്ല. 50 ഉറുപ്പ്യ കൊടുക്കണവരുണ്ട്, 60 കൊടുക്കണവരുണ്ട്, 70 കൊടുക്കുന്നവരുണ്ട്. നമ്മളിപ്പോ ഇത് MLA ഒക്കെ ആയിട്ട് ഇടപെട്ട് സംസാരിച്ചതായോണ്ടേ ഒരു 25 ഉറുപ്പ്യ കൊടുക്കേ. 25,000 ഉറുപ്പ്യ നമുക്ക് കൊടുക്കാം. അയ്യോ എന്താ പറയണേ? അല്ല 25,000 തരാം. അയ്യേ 25,000 അല്ല, 25 ലക്ഷമാണ്. 25 ലക്ഷം അത്ര ചേട്ടന്. 25 ലക്ഷോ? 50-60 ഒക്കെ തരാൻ ആളുണ്ടെന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അതുണ്ട്, അത് നിങ്ങൾ വാങ്ങിച്ചോ. പക്ഷെ 25 ലക്ഷം പോയിട്ട് ഒരു 25 രൂപ ഇവിടുന്ന് കിട്ടുമെന്ന് ഓർത്ത് നിങ്ങൾ ഇരിക്കണ്ട. എനിക്ക് അങ്ങനത്തെ ഒരു ജോലി വേണ്ട. അച്ഛൻ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചതേ യുവന്മാർക്കൊക്കെ കൈക്കൂലി കൊടുത്തിട്ട് ജോലി മേടിക്കാനല്ല. എന്റെ കഴിവിനനുസരിച്ച ജോലി കിട്ടുമ്പോ കിട്ടിയാൽ മതി എനിക്ക്. അല്ല അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാണ് ഇപ്പൊ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്താ സുഖേട്ടാ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്? സുഖേട്ടാ, ഇപ്പൊ ഇവൻ പറയുന്ന അഹങ്കാരാണ്. ഇവൻ പരീക്ഷ എഴുതി പാസ്സാവുന്നതിനേക്കാൾ മെനക്കെട്ടു എന്റെ സത്യേട്ടന് ഈ ജോലി മേടിച്ചു തരാൻ വേണ്ടിട്ട്. അറിയോ എനിക്ക്? അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്? പറ. അഹങ്കാരി. നിങ്ങൾക്ക് പൈസ തന്നിട്ട് എനിക്ക് അങ്ങനത്തെ ജോലി വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നു പ്യാരിജാത, പിന്നെ എന്താ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കണത്? ഒരു പൈസയും കൊടുക്കാണ്ട് ജോലി കിട്ടുമെന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തേരാപ്പാര നടക്കേ ഉള്ളൂ, ജോലി കിട്ടില്ല കേട്ടോളെ. എന്തിനാ ജോലി കിട്ടാൻ 25 ലക്ഷം രൂപ നിങ്ങൾക്ക് തരണത്? വെറും 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വിദേശത്ത് UK പോയി ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയും ചെയ്യാം. ഇതിലും 4 ഇരട്ടി ശമ്പളമുള്ള ജോലി എനിക്ക് സമ്പാദിക്കാലോ. മറിമായം